നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മികച്ചൊരു ബൗണ്ടറിയിലൂടെ പ്രതീക്ഷ നൽകിയ ശേഷം തൊട്ടടുത്ത പന്തിൽ ഔട്ട്സൈഡ് എഡ്ജ് കൊണ്ട് വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തി നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ മടങ്ങിയ ശേഷം ആയുഷ് മാത്ര എന്ന പയ്യൻ്റെ പൊളിച്ചടുക്കിയ ബാറ്റിംഗ്, പിന്നാലെ സർഫ്രാസ് ഖാൻ്റെ സൂപ്പർബ് ഡ്യൂപ്പർബ് ക്യാമിയോ, ഒടുവിൽ ശിവൻ ദ്യൂബയുടെ കിടിലോൽക്കിടിലൻ ഫിനിഷിങ്. യെസ്, CSK മികച്ചൊരു സ്കോർ നേടിയിരിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 209 റൺസാണ് അടിച്ചിരിക്കുന്നത്. കളിയിൽ സഞ്ജു സാംസണും രുദ്രാജ് ഗെയ്ക്വാദും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പക്ഷേ സ്കോർ ബോർഡ് 14 നിൽക്കിയ സഞ്ജു മടങ്ങി ഒരു കിടിലൻ ബൗണ്ടറി നേടിയിരുന്നു. പക്ഷെ തൊട്ടു പിന്നാലെ സേവിയർ ബാറ്റ്ലെറ്റിൻ്റെ പന്തിൽ പ്രഭ് സിമ്രാൻ സിംഗ് പിടിച്ച് അദ്ദേഹം മടങ്ങി. എന്നാൽ ആയുഷ് മാത്രയുടെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു. തലങ്ങും വിലങ്ങും അദ്ദേഹം അടിച്ചു പറത്തി PBKSൻ്റെ ബൗളർമാരെ. ശരിയാണ്, 1-2 ക്യാച്ച് ഡ്രോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും പയ്യൻ്റെ ഇന്നിങ്സിൻ്റെ മഹത്വം അവിടെ കുറയുന്നില്ല. 43 പന്തുകൾ 6 ഫോറും 5 സിക്സറും അടക്കം 73 റൺസ് അടിച്ച ശേഷമാണ് വിജയ്കുമാർ വൈശാഖിൻ്റെ പന്തിൽ യശ്വന്ദ്ര ചാഹൽ പിടിച്ച് ആയുഷ് മാത്ര മടങ്ങുന്നത്. ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് 22 പന്തുകളിൽ നിന്ന് 2 ഫോറുള്ള സഹായത്തോടെ 28 റൺസ് എടുത്തിരുന്നു. എന്നാൽ ശിവൻ ദ്യൂബയ്ക്ക് കൂട്ടായിട്ട് വന്ന ശർമ്മക്ക് റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കാർത്തിക് ശർമ്മ ഒറ്റ റൺസാണ് അടിച്ചത്. മാർക്കോ യൻസൻ്റെ പന്തിൽ LBW ആയിട്ട് മടങ്ങി. അതിനുശേഷമാണ് നമ്മൾ കണ്ടത് സർഫ്രാസ് ഖാൻ്റെ ഒരു വരവ്. വെറും 12 പന്തുകളാണ് അദ്ദേഹം നേരിട്ടത്. 6 ഫോറും 1 സിക്സും അടക്കം 32 റൺസ്. മനോഹരമായ ടച്ചുകൾ, ഡെഫ് ടച്ചുകൾ, ചീക്കി ഷോട്ടുകൾ എല്ലാം കൂടിയായിട്ട് അദ്ദേഹം തൻ്റെ ബാറ്റ്മാൻഷിപ്പ് കിടിലനായിട്ട് കാണിച്ചു തന്നു. ഒടുവിൽ 12 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ച് വിജയ്കുമാർ വൈശാഖിൻ്റെ പന്ത് അടിക്കാനുള്ള ശ്രമം കുത്തനെ ഉയർന്ന് നെഹാൽ വധേര പിടിച്ച് അദ്ദേഹം മടങ്ങി. പിന്നെ പ്രശാന്ത് വീറിന് ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ശിവൻ ദ്യൂബയുടെ ഫിനിഷിംഗ് ആയിരുന്നു. 14 പന്തുകളിൽ നിന്ന് 14 റൺസായിരുന്നു ഒരു ഘട്ടത്തിൽ ശിവൻ ദ്യൂബെ. എന്നാൽ പിന്നീട് 27 പന്തുകളിലേക്ക് എത്തുമ്പോൾ 5 ഫോറും 1 സിക്സറും അടക്കം 45 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. പ്രശാന്ത് വീർ ഒരു പുറകിലേക്ക് തിരിഞ്ഞൊരു ബൗണ്ടറി അടിച്ച് ഒരു 4, അങ്ങനെ 6 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ 2 ഓവറുകളിൽ പെനാൽറ്റി കിട്ടി. പഞ്ചാബ് കിങ്സിന് 4 പേരെ മാത്രമാണ് 30 യാർഡ് സർക്കിളിന് പുറത്ത് ഫീൽഡ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നത്. അതും CSK ഉപയോഗപ്പെടുത്തി. 209 റൺസ് ഈ പിച്ചിൽ മികച്ച സ്കോർ തന്നെയാണ്. PBKSന് മൈറ്റി ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, അക്കാര്യം നമ്മൾ മറക്കുന്നില്ല. എങ്കിലും CSKക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഒരു സ്കോർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.